സംശയം ആർക്കും വേണ്ട. ആ പറയേണ്ട രൂപത്തിൽ പറയേണ്ടതുപോലെ നമ്മൾ പറയും. അതിനും യാതൊരു സംശയവും നമുക്ക് ആർക്കും വേണ്ട. ഞാൻ ദീർഘിച്ച് സംസാരിക്കാൻ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കാം. ഞാൻ മതപരമായ വിശ്വാസപരമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ അദ്ദേഹത്തിന്റെ സമസ്തയ്ക്ക് കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്, പ്രവർത്തിക്കുന്ന ഒരാളാണ്. കേരളത്തിൽ ആദ്യമായി, നമുക്ക് എല്ലാവർക്കും അന്വേഷിച്ചാൽ അറിയാം, കേരളത്തിൽ ആദ്യമായി 1988 AP വിഭാഗത്തിന് വേണ്ടി ചെറിയ ചുങ്കപ്പള്ളിക്കെന്ന് തെറ്റിപ്പോയി AP വിഭാഗത്തിന് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കിയ ബാപ്പാന്റെ മോനും കൂടിയാണ് ഞാൻ. ആ രൂപത്തിൽ തന്നെ എന്നെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ EK സമസ്തയിൽ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല, ഞാൻ അതിന്റെ ആളായിട്ടൊക്കെ ഇതുവരെ പോയിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ AP ഉസ്താദ് എടുത്ത ചില നിലപാടുകൾ അത് രാഷ്ട്രീയമായിരുന്നു. രാഷ്ട്രീയമായി ചില നിലപാടുകൾ എതിർക്കുമ്പോ അതിനെ എതിർക്കാൻ രാഷ്ട്രീയ പാർട്ടി എന്നവർക്ക് മുസ്ലിം ലീഗിനും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്കും അവകാശമുണ്ട് എന്നുള്ള നിലയിൽ മാത്രമാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ പോലും ഈ ഒരു രാഷ്ട്രീയ നിലപാടെടുക്കേണ്ട ആവശ്യം അവർക്കില്ലായിരുന്നു. 100% എല്ലാവർക്കും വരെ. കാരണം ഇതുവരെ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അല്ലെങ്കിൽ ET മുഹമ്മദ് ബഷീർ സാഹിബ് മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ AP ഉസ്താദിനെയോ അദ്ദേഹത്തിന്റെ സംഘടനയോ നിന്ദ്യമായ രൂപത്തിൽ വിമർശിച്ച ഏതെങ്കിലും ഒരു സംഭവമായിട്ട് പറയാൻ പറ്റും? ഒരാൾക്കും പറയാൻ പറ്റില്ല. EK AP പ്രശ്നം ഉണ്ടാകും, കുട്ടികൾ തമ്മിൽ മുദ്രാവാക്യം വിളിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക, അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്. അല്ലാതെ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവും AP ഉസ്താദിനെയോ അദ്ദേഹത്തിന്റെ സംഘടനയെയോ എതിർത്തതായിട്ട് ആർക്കും പറയാൻ പറ്റില്ല. നേരെ മറിച്ച് അപ്പുറത്ത് നിങ്ങൾ നോക്കൂ, എന്താണ് നമ്മുടെ അച്യുതാനന്ദൻ പറഞ്ഞത്? AP അബൂബക്കർ മുസ്ലിയാരുടെ നയം RSSനേക്കാൾ വലിയ ഭീകരതയാണ് പറഞ്ഞത് അച്യുതാനന്ദനല്ലേ? എന്താണ് TK ഹംസ ഒരു കാലത്ത് വോട്ടൊന്നായിട്ട് കൊണ്ടുപോയി ചൊരിഞ്ഞു കൊടുത്ത് ജയിപ്പിച്ച ആളല്ലേ TK ഹംസ പറഞ്ഞത്? ഹാദാ ഖൗമുൻ ജാഹിലൂൻ അല്ലെ? നേരെ നോക്കി പറഞ്ഞത് ഹാദാ ഖൗമുൻ ജാഹിലൂൻ. പിണറായി വിജയൻ എന്താ പറഞ്ഞത്? AP ഉസ്താദിന്റെ കയ്യിലുള്ള മുടി അത് ബോഡി ബേസ് എന്ന് പറഞ്ഞാൽ ആ സാധനമാണെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളെ മനസ്സിലാക്കണം. അള്ളാന്റെ റസൂലിന്റെ മുടി ബോഡി വേസ്റ്റ് ആണ് എന്ന് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കോ? റസൂലുള്ളാഹിനെ പരിഹസിച്ചതിന് തുല്യല്ലേ? ആ റസൂലുള്ളാഹിന്റെ ശാപം കിട്ടിയ സാധനത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ഞങ്ങൾക്ക് വളരെ വേദനയുണ്ടാക്കാനായിട്ട്. നിങ്ങൾക്കറിയോ മീനാക്ഷി തമ്പാൻ എന്താ പറഞ്ഞത്? കാന്തപുരം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നികൃഷ്ട ജീവിയാണെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വരെ എതിർപ്പുണ്ടായോ? AIYFന്റെ സംസ്ഥാന കമ്മിറ്റി പ്രമേയം പാസാക്കിയതല്ല. സ്ത്രീകളുടെ അവകാശത്തെ ധ്വംസിച്ച കാന്തപുരത്തെ അറസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. പാലോടി മുഹമ്മദ് കുട്ടി എന്താ പറഞ്ഞത്? നിശ്ചിതമായ രൂപത്തിലാണ് AP വിഭാഗത്തെയും AP ഉസ്താദിനെയും വിമർശിച്ചത്. ഇതൊന്നും കാണാതെ പോയോ? നിങ്ങൾ മനസ്സിലാക്കുക, നാദാപുരത്തെ യതീംഖാനയിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ആ സ്ഥാപനം തകർക്കാൻ അതിന്റെ മുന്നിൽ പോയി നിരാഹാരം നടത്തിയത് മുസ്ലിം ലീഗുകാരല്ല, DYFIക്കാരൻ. അതിന് നേതൃത്വം നൽകിയത് KK ലതിക MLA-യും അതുപോലെ തന്നെ ശൈലജ ടീച്ചർ MLA-യുമാണ്. ആ ലതികയെ വിജയിപ്പിക്കാനാണ് മുള്ളൂർക്കര സഖാവ് പോയി പ്രസംഗിച്ചത്. അവിടെ വേദനയോടുകൂടി ഞാൻ പറയാം, ഒരു സ്ഥാപനത്തെ തകർക്കാൻ AP ഉസ്താദിനെ മാനം കെടുക്കാൻ ആ യതീംഖാനയുടെ പരിസരത്ത് പോയി നിരാഹാര സത്യാഗ്രഹം നടത്തിയ ആ പെണ്ണിനെ ജയിപ്പിക്കുവാൻ വേണ്ടി അവിടെ പോയി പ്രസംഗിച്ചാൽ അത് രാഷ്ട്രീയമല്ലേ? അത് ലീഗ് വിരോധമല്ലേ? ഞാൻ ചോദിക്കാൻ നിങ്ങളോട്. എന്തിനു വേണ്ടിയിട്ടപ്പോ നമുക്കറിയാം അവിടെ TV ഇബ്രാഹിം എന്ത് ചെയ്തു നിങ്ങളെ? അതുപോലെ തന്നെ നമുക്കറിയാലോ നമ്മുടെ ഹമീദ് മാസ്റ്റർ എന്ത് ചെയ്തു നിങ്ങളെ? 42 സ്കൂളുകൾ മൗദിൻ അക്കാദമി അടക്കം അതിന് അഫിലിയേഷൻ കിട്ടാൻ അച്യുതാനന്ദന്റെ അങ്ങേ തലക്കൽ വരെ കഴിഞ്ഞിട്ട് തന്നു 5 കൊല്ലം. അത് തന്നത് അബ്ദുൾ റബ്ബാണ്, കുഞ്ഞാലിക്കുട്ടിയാണ്, ഉമ്മൻചാണ്ടിയാണ്. മനസ്സിലാക്കിക്കോ നിങ്ങൾ. എവിടെയാ നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഞങ്ങൾ എതിരുന്നത്? ഇപ്പൊ മണ്ണാർക്കാട് ഒരു സംഭവം പറഞ്ഞല്ലോ, അത് കോങ്ങാട് നിയോജക മണ്ഡലത്തിൽ നടന്ന ഒരു കൊലപാതകമാണ്. എല്ലാവർക്കും അറിയാം അത് കുടുംബ പ്രശ്നമാണ്, APന്റെ പ്രശ്നം ആക്കിയതാണ്. ഞാൻ അവിടെ പോയതാണ്. അവിടെ 2 സഹോദരന്മാർ, അവിടെ ഇതിനു മുമ്പ് ഒരാൾ മരിച്ചിരുന്നു. ആ കഥ നിങ്ങൾക്കറിയോ? അത് ഈ മരിച്ച പ്രതികളായ ആളുകളുടെ ബന്ധുക്കളായിരുന്നു. എന്റെ ബാപ്പാനെ കൊന്ന അത് രാഷ്ട്രീയമൊന്നും ഞാൻ നോക്കൂല. എന്റെ ബാപ്പാനാണ് കൊന്നത് എങ്കിൽ തരം കിട്ടി നോക്കുമ്പോൾ ഞാൻ കൊന്നോനെ കൊല്ലും ഞാൻ. പിന്നെ ഞാൻ ബാപ്പാന്റെ മോനായിട്ട് നടക്കുന്ന വല്ല കാര്യമുണ്ടോ? അതിന് APക്ക് നോക്കിയിട്ട് വല്ല ആവശ്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കണ്ടേ? അതിന് APക്ക് നോക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതിന്റെ മുന്നേ കൊലപാതകം നടന്നിട്ടില്ല അവിടെ. ആരാണ് ഈ പ്രതികള്? ഞാൻ മനസ്സിലാക്കുന്നത് സത്യവിശ്വാസികളായ ആളുകളെ കൊന്നാൽ കൊന്നോനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണെന്നാണ് മനസ്സിലാക്കുന്നത്.
എന്നിട്ട് അതിന്റെ പേരിൽ 2.5 കൊല്ലം ശംസുവാണ് ആ പ്രതികളെ സഹായിച്ചത് എന്ന ആരോപണം ഏതെങ്കിലും പത്രത്തിൽ നിങ്ങൾ കണ്ടിരുന്നോ? നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. നമ്മൾ ആരും എവിടെയും ആ കാര്യങ്ങൾ എവിടെയും കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ ശംസു സഹായിച്ചു എന്നതിന്